Hi friends, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ റീസൈക്കിൾ ചെയ്യാൻ പോവാം. റീസൈക്കിൾ ചെയ്തൊരു വാക്വം ക്ലീനർ ഉണ്ടാക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി അതൊന്നും കുപ്പി കൊണ്ടാണ് നമ്മൾ വാക്വം ക്ലീനർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോവാം. ബാ, നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാട്ടോ നമ്മുടെ വാക്വം ക്ലീനർ. വളരെ മിനി ആയിട്ടുള്ളൊരു വാക്വം ക്ലീനറാണ്. നമ്മുടെ ചാർജർ ഇതാണ്. നമ്മൾ മറ്റേ അഡാപ്റ്ററിൽ കുത്തുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കണ്ട ഇതൊരു കുഴലാണ്, കിഡിലെ സാധനമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതേപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി, ഇത് സ്പ്രൈറ്റിൻ്റെ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് നടുക്കത്തെ ഒരു പീസ് കളഞ്ഞു. അതായത് ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കയറിയിരിക്കണം, അത്രേ ഉള്ളൂ. ഇതിനായിട്ടൊന്ന് കയറിയിരിക്കുക. പിന്നെ നമ്മുടെ ആ തലഭാഗത്ത് ഇത് വാഷിംഗ് മെഷീൻ്റെ ഒരു ഹോസാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഹോസ്. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഞങ്ങളൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ അടിഭാഗത്ത് ഒരു ലീഫ് ഉണ്ട്, അതൊരു മോട്ടർ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ നെറ്റ് ഒന്ന് ജസ്റ്റ് ഇതിലോട്ടൊന്ന് വെക്കാം. ഈ നെറ്റ് ജസ്റ്റ് സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കാം. നമ്മൾ നെറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാപ്ലെയറിലാണ് വെച്ചത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. അതായത് മിനി മോട്ടറിൻ്റെ ലീഫ് അകത്തേക്ക് ഇറങ്ങാൻ, കാറ്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ ഹോളിൽ കൂടെ കാറ്റ് ഇങ്ങോട്ട് പുറത്തു പോകും. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ പൊടിയാക്കി ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇത് വെക്കുമ്പോൾ അതിന് മഴക്കാറാണ് കേട്ടോ ഫുള്ളോ. അയ്യോ, ഇങ്ങനെയാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഈ ലീഫിനെ കറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ പൊടിയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അതാണ് നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഹോൾ ഉണ്ടാക്കാൻ പാടാണ്. നമ്മളിപ്പോൾ ഇതേപോലെ 2 ഹോൾസ് ആയിട്ടിട്ടേങ്ങാതെ, 1 2 2 ഹോൾസ് ഇട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചാർജറിൻ്റെ വയറാട്ടോ ഇത്. ഞാൻ നോക്കുമ്പോൾ പൊട്ടി കിടക്കുന്ന ചാർജറായിരുന്നു. അപ്പോൾ നീളം കുറവായിരുന്നു ചാർജറിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കണക്ടറിൻ്റെ വയർ ഇങ്ങനെ വെച്ചിട്ട് ഇവരിതൊന്ന് വെച്ച് നമുക്കിനി ഇതൊന്നേ ജസ്റ്റ് ടേപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മൾ ബാറ്ററി ആയിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ അതായിരിക്കുന്നല്ലേ. ഇവിടെ കൂടെ ഇപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കി, ഇതുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇത് വലിച്ചെടുക്കാനുള്ള എന്താണാവോ. നമുക്ക് ആ ഹോസോടെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ശരിയാവും. ഫ്രണ്ട്സ്, നമ്മളിത് ഈ സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മുടെ മിനി മോട്ടർ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇവിടെ കൂടെ പുറത്ത് വരണം. ഇതിലെ ഒരു വേസ്റ്റ് അടപ്പുണ്ട്. ഈ ഒരു കഷ്ണം വെക്കാനാണ് ഏറ്റവും പാട്. നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതേ ഫ്രണ്ട്സ്, നമ്മൾ എടുത്തത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വേസ്റ്റ് ഉള്ളൂ. നമുക്ക് കുറേ വേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഉള്ളൊന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. അത് കുത്തിയൊന്ന് മാറിപ്പോയതാ. അവിടെ ബ്ലൂടൂത്ത് ഓൺ ആയാലേ നമ്മളുടെ ഇതൊന്ന് വർക്ക് ആവുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. നമ്മളുടെ ഇത് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെക്കാം. വയറൊന്നും ഇട്ട് കേട്ടോ ഫ്രണ്ട്സ്. ടേപ്പ് ഒട്ടിച്ചിരിക്കും, അതിനെ ഒട്ടിച്ചില്ല. ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഈ ചാർജറില്ലേ, നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ചാർജർ, അത് അഡാപ്റ്ററിൽ കുത്തിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് മറ്റേ വയർ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്യാം. ഈ വേസ്റ്റ് ഒന്നുകൂടെ ഡ്രൈ ആണ്. തേർഡ് അറ്റംപ്റ്റ് കേട്ടോ. നമ്മളിത് കുത്തി
അടച്ചില്ല. അടുത്തതും പോയി. ഇതിനിപ്പോൾ ഞങ്ങളിനി വെറുതെ വെക്കണുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. നോക്കിക്കോ, നമ്മുടെ അടിയിൽ നിന്നുള്ള കാറ്റ് പറഞ്ഞാൽ വേസ്റ്റുകളിൽ പറഞ്ഞു കേട്ടോ. ഓഫ് ചെയ്യാം. കേരള കയറ്റി വയ്ക്കാം നമുക്ക്. നമ്മുടെ നാലാമത്തെ അറ്റംപ്റ്റ്, നമ്മുടെ 4th അറ്റംപ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് സക്സസ് ആക്കണം. നമുക്ക് വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ കുത്താൻ പോവാണ്. കുത്തി അനക്കില്ല ഉണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്ടോ. ഇത് വേസ്റ്റൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലൂടൂത്തിന് ഇച്ചിരി പവർ കുറവാട്ടോ ഫ്രണ്ട്സ്, ചാർജ് ഇല്ല. ഇത് കാണാൻ പറ്റും വലിച്ചെടുക്കണത്. ഫ്രണ്ട്സ് തൽക്കാലത്തേക്ക് ഇത്രയും മതി. നമുക്ക് ഓഫ് ചെയ്യാൻ തൽക്കാലം. ഇനി നോക്കിക്കോ, നിങ്ങളെടുത്ത വേസ്റ്റൊക്കെ ഇതിലുണ്ട്. അതിൽ ഇവിടെ കുഴയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ തടഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടെ നോക്കിയാൽ മറ്റേ ഈ നമ്മുടെ വേസ്റ്റ് ഇച്ചിരി വലുതായിപ്പോയി. നിങ്ങൾ പേപ്പറെല്ലാം എടുക്കുകയാണെങ്കിൽ ചെറുതാക്കി എടുക്കണമായിരിക്കും നല്ലത്. അല്ല പകുതി നമ്മുടെ കുഴയിൽ നിന്നായി. പക്ഷേ ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു വേസ്റ്റൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ടേബിളിലൊക്കെ ഉള്ള വേസ്റ്റൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ നല്ലൊരു വാക്വം ക്ലീനറാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ വാക്വം ക്ലീനർ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നൊരു സാധനമാണ് കേട്ടോ ഫ്രണ്ട്സ്, ആഫ്രിക്കൻ വെച്ച്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഞാൻ എന്താ വിളിക്കണേന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ വേറെ കാര്യം പറയാൻ മറന്നത്, ഇത് കൊച്ചുകുട്ടികളാരും ചെയ്യരുത്. ഇത് അഡാപ്റ്ററിലൊക്കെ കുത്തുമ്പോൾ നല്ല വോൾട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെ അനുവാദം ഇല്ലാണ്ട് ആരും ഇത് ചെയ്യരുത്. ഇത് കിട്ടിയ സാധനമല്ലേ. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയത് നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ ടേബിളിലുള്ള വേസ്റ്റ് നമ്മളിപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴോ ഇപ്പോൾ പഠിക്കുമ്പോഴോ നമ്മുടെ പെൻസിലിൻ്റെ ചെത്തി ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെയും ഉണ്ടാക്കാം. പിന്നെ ഇതിനിപ്പോൾ 3 ലിറ്ററും വലിയ വലിയ ക്യാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് റൂം ക്ലീൻ ചെയ്യാം. വളരെ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. ഇച്ചിരി വലുതായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ടേബിൾ മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ വലുതായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മിനി മോട്ടർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1-2 ലിങ്കുകൾ പിൻ ചെയ്ത് വയ്ക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ മിനി മോട്ടറിന് എനിക്കിപ്പോൾ ആകെ അയക്കണത് 25 രൂപയാണ് അല്ല 35 രൂപയാണ് ആയത്. പിന്നെ 25ൻ്റെ മിനി മോട്ടറൊക്കെ ഉണ്ട്. ഞാൻ ഇച്ചിരി കൂടിയതൊക്കെ എടുത്തതാണ്. വലിയ മിനി മോട്ടർ വെക്കാമെന്ന് ഞാൻ വിചാരിക്കാം, പക്ഷേ ഇത് കയറുന്നുണ്ടായില്ല. അപ്പം നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം.